ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം കേന്ദ്ര ഭരണകൂടവും ബി.ജെ.പിയും കടുത്ത പ്രതിരോധത്തിലാവുകയും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയുമാണ്. ഭരണത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും ഇപ്പോൾ രാത്രികളിൽ ഉറക്കമില്ലാത്തൊരവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിക്കുമ്പോൾ അത് വെറുമൊരു ആരോപണമല്ലെന്ന് പാർലമെന്റിലെ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. ലോക നേതാക്കളുടെ മുന്നിൽ പോയി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്താൽ അത് വലിയ വിദേശ നയമായി മാറുകയില്ലെന്നും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ ചോദ്യമുയർത്തിയ ചെറുപ്പക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാൻ ആരാണ് അനുവാദം നൽകിയതെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഉരുളുകയാണ് ബി.ജെ.പി. ചാണക്യൻ എന്നും സർദാർ പട്ടേൽ എന്നുമൊക്കെ സ്വന്തം അണികളെ കൊണ്ട് വിളിപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് ആഴ്ചകളായി പാർലമെന്റിൽ പോലും തലകാണിക്കാതെ ഒളിച്ചോടുകയാണ്. ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്ന അമിത്ഷായുടെ നാടകങ്ങൾ ഇനി നടപ്പില്ലെന്നും പോലീസിനെ വിട്ട് വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്തിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നുമാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത്. അധികാരം കയ്യിലിരിക്കുന്നത് കൊണ്ട് എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിൽ നാടിനെ വീണ്ടും പഴയ അയിത്തത്തിലേക്കും ജാതി അന്ധകാരത്തിലേക്കും തള്ളിയിടാനാണ് ബി.ജെ.പിയും അവരുടെ സഖ്യ സംഘടനകളും ശ്രമിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമോന്നത സഭയായ രാജ്യസഭയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ നടത്തിയത് കേവലം ഒരു ആരോപണമല്ല, ഈ രാജ്യത്തെ ബി.ജെ.പി. ഭരണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവ് കൂടിയാണ്. ഉത്തരാഖണ്ഡിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി താൻ പ്രസംഗിച്ചു മടങ്ങിയ പൊതുവേദിയിൽ 2 ദിവസത്തിന് ശേഷം സംഘപരിവാർ സംഘടനകൾ പോയി ചാണകവും ഗംഗാജലവും തളിച്ച് ശുദ്ധീകരണം നടത്തിയിരിക്കുന്നു. ഒരു നേതാവ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന ഒറ്റ കാരണത്താൽ വേദിയിൽ ഹോമം നടത്തി ശുദ്ധികലശം നടത്താൻ മാത്രം വിദ്വേഷം മനസ്സിൽ പേറുന്നവരാണോ ഈ രാജ്യം ഭരിക്കുന്നത് എന്ന ചോദ്യമുയരുകയാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞ് വാതോരാതെ പ്രസംഗിക്കുന്ന ബി.ജെ.പിയുടെയും ശ്രീരാമസേനയുടെയും യഥാർത്ഥ മുഖം ഇതാണ് കണ്ടത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അന്യോന്യം തല്ലിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന ഇത്തരം ജാതി കോമരങ്ങൾക്ക് ഭരണകൂടം കൂട്ടുനിൽക്കുന്നത് ജനാധിപത്യ ഇന്ത്യക്ക് തന്നെ വലിയൊരു നാണക്കേടാണ്. ഇതിനു പുറമെ തങ്ങൾക്ക് വഴങ്ങാത്ത NGO-കളെയും സാമുദായിക ന്യൂനപക്ഷങ്ങളെയും തകർക്കാൻ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഭേദഗതി അഥവാ FCRA ബില്ലെന്ന കള്ളക്കളി നിയമവുമായി ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടാനുകോടി രൂപ യാതൊരു കണക്കുമില്ലാതെ RSSലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറയുമ്പോൾ അതിനൊന്നും ഒരു കണക്കുമില്ല, കുഴപ്പവുമില്ല. എന്നാൽ രാജ്യത്ത് സാധാരണക്കാർക്ക് തണലായി പ്രവർത്തിക്കുന്ന NGO-കളുടെയും ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും കഴുത്തിന് പിടിക്കാനാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നു. ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാത്ത ഏതെങ്കിലും ഒരു ബില്ലെങ്കിലും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അഖിലേഷ് യാദവും KC വേണുഗോപാലും പാർലമെന്റിൽ ഉന്നയിച്ചത്. മറുപടി പറയാൻ വിയർത്ത കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ കേന്ദ്ര സർക്കാർ ഒടുവിൽ ജനരോഷം ഭയന്ന് ബില്ല് പഠിക്കാൻ പ്രത്യേക സമിതിക്ക് വിട്ട് തലയുരിയിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കസേര ഉറപ്പിക്കാമെന്ന നരേന്ദ്രമോദിയുടെയും ബി.ജെ.പിയുടെയും മോഹങ്ങൾക്കുമേൽ ജനങ്ങളും പ്രതിപക്ഷവും ചേർന്ന് കൊടുക്കുന്ന ശക്തമായ പ്രഹരമാണിപ്പോൾ ഡൽഹിയിൽ കാണുന്നത്.